ഹായ്. ഇതൊരു സിമ്പിൾ വീഡിയോ ആയിരിക്കണം, ഷോർട്ട് വീഡിയോ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. സ്റ്റിൽ ലെറ്റ്സ് ട്രൈ. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ധ്യാനിക്കാം എന്നുള്ളതാണ്. ഈ ഹോളിഗ്രേറ്റീവ് സൈക്കോളജിയിൽ ഈ നമ്മളെ കാര്യവട്ട യൂണിവേഴ്സിറ്റിയുടെ മുമ്പ് സൈക്കോളജി ഹെഡൊക്കെ ആയിരുന്ന ഈ പ്രൊഫസർ വി ജോർജ് മാത്യു സാറ് കണ്ടുപിടിച്ച ഒരു ധ്യാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോളിഗ്രേറ്റീവ് സൈക്കോളജിയുടെ ഉപജ്ഞാതാവൻ അദ്ദേഹമാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ധ്യാനം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ടും അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈസി ആയിട്ട് ധ്യാനം ചെയ്യാൻ സാധിച്ച ഒരു സിറ്റുവേഷൻ. നമുക്ക് റിപ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്ന, മനസ്സിനെ ഡള്ളാക്കുന്ന, നമ്മൾ ഈ 15 മിനിറ്റ് ഒരാൾ തിരുന്ന് ചെയ്യുന്ന ധ്യാനത്തോട് പൊതുവേ എനിക്ക് താല്പര്യമില്ല. അത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ധ്യാനം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെറുതെ എവിടെയെങ്കിലും പോയി ഇരിക്കുക. ഇതിൻ്റെ 4-5 സ്റ്റെപ്സിനെ പറ്റി പറയുന്നുണ്ട്. അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ പറയാം. നിങ്ങൾ അത് ട്രൈ ചെയ്യുക. സിമ്പിൾ കാര്യമാണ്. എന്താണ്? വെറുതെ ഇരിക്കുക. ശ്വാസം വരുന്നതും പോകുന്നതും കുറച്ച് നേരവും ശ്രദ്ധിക്കുക. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശബ്ദം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു 4-5 സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം റിലാക്സ് ആയിരിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, പിന്നെ ശരീരത്തിലെ സെൻസേഷൻ ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ് മൈൻഡിലെ തോട്ട്സിനെ ശ്രദ്ധിക്കുക. കുറച്ച് നേരം ശ്വാസം, കുറച്ച് നേരം സെൻസേഷൻ, കുറച്ച് നേരം മൈൻഡിലെ തോട്ട്സ്. ഇത് പിന്നെ ആദ്യം വേണമെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന ശബ്ദം. ഇത് ഏത് നമ്മൾ ഫോക്കസ് ചെയ്താലും, അല്ലെങ്കിൽ ഇതെല്ലാം ഫോക്കസ് ചെയ്താലും ഒരു ടൈമിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം എത്ര നേരം ചെയ്യുമ്പോൾ മതിയെന്ന് തോന്നുന്നു, അത് മതിയാക്കിയിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോകാം. അതിനിപ്പോൾ 5 മിനിറ്റ് ചെയ്യണോ 1 മിനിറ്റ് ചെയ്യണോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ ഇതിലേതെങ്കിലും ഈ 4 കാര്യവും ചെയ്യാതെ ഒരു കാര്യം ചെയ്താലും മതിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ബേസിക്കലി നമ്മുടെ മൈൻഡിനൊന്ന് വൺ പോയിൻറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മെഡിറ്റേഷൻ. ഇതിന് മെഡിറ്റേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വെറുതെ ഇരിക്കുക. എന്ത് സുഖമുള്ള പരിപാടിയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര സുഖവും സന്തോഷവും കിട്ടും. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ വെറുതെ ഇരിക്കാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എത്ര നേരം വേണമെങ്കിലും വീട്ടിൽ വെറുതെ കിടക്കും അല്ലെങ്കിൽ വെറുതെ ഇരിക്കും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അവരാരും വെറുതെ ഇരിക്കുന്നവരല്ല. അവർ വീട്ടിലിരിക്കുമ്പോൾ ഒന്നിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവരെഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഗെയിം കളിക്കുകയായിരിക്കും. അപ്പോൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലോ മറ്റു കാര്യത്തിലോ ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അവർക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ടും അവർ ജോലിയായിട്ട്, അതായത് അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യാത്തത് കൊണ്ടുമാണ് അവരൊന്നും ചെയ്യുന്നില്ല അവരുടെ ചിന്ത അവർക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരിങ്ങനെ കണ്ടിന്യൂസ്ലി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് നേരം വെറുതെ ഇരിക്കുക എന്നാണ്. ഓബിയസ്ലി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കും. ഈ ബോറടിച്ച് ഇരിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ മനുഷ്യരുടെ എല്ലാ മെൻ്റൽ പ്രോബ്ലംസിനുള്ള ഒരു കാരണം. ഒരുപാട് കാരണമുണ്ട്, അതിലൊരു കാരണം അതാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സുഖം അല്ലെങ്കിൽ ഒരു ഡോപ്പാമിൻ ബൂസ്റ്റ് ബ്രെയിനിലോട്ട് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു ഗ്യാപ്പും ഇല്ലാതെ. അതില്ലാതെ കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ പറ്റില്ല. ബോറടി എന്ന് പറയുന്ന ഒരു കാര്യം, ബോറടിക്കാൻ പറ്റിയാൽ മാത്രമേ നിങ്ങളുടെ തലച്ചോറിന് ഒരു റെജുവിനേഷൻ കിട്ടുകയുള്ളൂ, നിങ്ങളുടെ ഡോപ്പാമിൻ ലെവൽസ് ബേസ് ലൈനിലോട്ട് വരുള്ളൂ, നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റിയും പീസും അറ്റൻഷൻ സ്പാനും ഉണ്ടായിരിക്കുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വളരെ ഡള്ളും പ്ലഷറിൻ്റെ പുറകിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ഓടിപ്പോകുന്ന ആളായിപ്പോൾ. നിങ്ങൾ ഒരു ഡ്രഗോ ഒരു സിഗരറ്റോ കള്ളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരിയോ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന ആളുടെ ഒരു ബ്രെയിൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് വഴിയോ ഷുഗർ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ടി വി വഴിയോ ഒക്കെ ഇങ്ങനെ ബ്രെയിനിൽ പ്ലഷർ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു നേരം പോലും ബോറടിച്ചിരിക്കുന്നില്ലെങ്കിൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ദ ലെവൽ ഓഫ് ബ്രെയിനിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എനിവേ, ഈ 3 പ്രൊസീജിയറും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബോറടിച്ചിരിക്കണം എന്നല്ല മെഡിറ്റേഷനെ പറ്റി ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ഒരു സുഖമുള്ള പണിയാണ്. അതിന് നല്ലൊരു സുഖം കിട്ടും. എനിക്ക് ആക്ച്വലി കിട്ടാറുണ്ട്, മറ്റുള്ളവർക്ക് അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂസ് ടു ആണ് പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്യാറില്ല. കാരണം യൂസ് ടു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് ബ്രത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബ്രത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ബോഡി സെൻസേഷൻ ശ്രദ്ധിക്കും. പിന്നെ
ചുറ്റിനുള്ള സൗണ്ടുകൾ ഞാൻ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് മനസ്സിനെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കും. ഇത് ആദ്യകാലത്ത് ചെയ്യുന്ന കാര്യമാണ്. പിന്നീടായപ്പോഴത്തേക്കും വെറുതെ ഇരിക്കാൻ പറ്റും. അതായത് ഈ മുമ്പിലത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റും ഈസി ആയിട്ട്. ഈ പ്രൊസീജിയർ നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റും. ഇത് ഒരുപാട് നേരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നുന്നവരെ ഇരിക്കുക. അത് കഴിയുമ്പോൾ മതിയായി എണീച്ച് പോവുക. അല്ലെങ്കിൽ ടൈമർ വെച്ചോ അലാറം വെച്ചോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നുന്നത് 2 സെക്കൻഡ് ആണെങ്കിലും അത് 2 മണിക്കൂറാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക. അതായത് നിർബന്ധിച്ച് എന്നാൽ 2 മണിക്കൂർ ഇരുന്ന് കഴിയാം, അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നേരെ ഡൗൺ സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇതിന് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫോൺ നോക്കാതിരിക്കാം, TV കാണാതിരിക്കാം, കഴിച്ചുകൊണ്ടിരിക്കാതിരിക്കാം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് ചുമ്മാ ഇരിക്കാൻ സാധിക്കും. ഇതിന് പുറമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കും. ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ചിന്തകൾക്ക് ഒരു റിഡക്ഷൻ ഉണ്ടാവും. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ സിറ്റുവേഷൻസും ഡേയ്സും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിന്തയിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ജോർജ് സാറിനോട് ഒരിക്കൽ ചോദിച്ച കാര്യം എനിക്ക് എപ്പോഴും എൻ്റെ മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്ത വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ സാർ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. ചിന്തകൾ വരികയാണെങ്കിൽ ചിന്തകൾ വരട്ടെ, ചിന്തകൾ പോവുകയാണെങ്കിൽ ചിന്തകൾ പോട്ടെ. ഇതിനെപ്പറ്റി ഒന്നും കൺസേൺഡ് ആവാതെ അങ്ങ് ഇരുന്നാൽ മതി. അപ്പോൾ എന്താണോ അതുപോലെ ഇരിക്കുക. നോക്കൂ, എന്നെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അപ്പോൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കാൻ പഠിച്ചപ്പോൾ പിന്നീട് പല സിറ്റുവേഷൻസും എൻ്റെ ലൈഫിലുണ്ടായപ്പോൾ നമുക്ക് പൊതുവേ എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു സ്വഭാവമാണ്, നമുക്കിഷ്ടമില്ലാതെ നമുക്ക് പ്ലഷർ കിട്ടാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലോട്ട് ചാടിപ്പോകാൻ നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു എസ്കേപ്പ് കണ്ടെത്താൻ നോക്കും. ചിലപ്പോൾ അത് ആങ്സൈറ്റി ഒരു എസ്കേപ്പാണത് ശരിക്കും. അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ വേറെ വഴിയിലോട്ട് ചാടി നോക്കുമ്പോൾ ഇങ്ങനെ ചാടി പോകാൻ നോക്കുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്നത്. അതേസമയം ഈ മെഡിറ്റേഷനോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡോടുകൂടി അതോ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സോടുകൂടി എനിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആങ്സൈറ്റി ആവട്ടെ, ഡിപ്രഷൻ ആവട്ടെ, ഇനി അതല്ല അതിനേക്കാളും മോശപ്പെട്ടൊരവസ്ഥയോ ഒരു പെയിനോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് ഓടിപ്പോകാൻ ഞാൻ ശ്രമിക്കാറില്ല. അതിൽ തന്നെ ഇരിക്കാനാണ് നോക്കുന്നത്. ഐ വിൽ ജസ്റ്റ് സ്റ്റേ ദെയർ. അതിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും കുറേ നേരം കഴിയുമ്പോൾ അത് വാനിഷായി പോകുന്നതാണ് എൻ്റെ അനുഭവം. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഞാൻ എന്നാൽ പിന്നെ ഇനി അങ്ങനെ ഇരുന്ന് കളയാം, അപ്പം എൻ്റെ ഇത് ആങ്സൈറ്റി വാനിഷായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി വീണ്ടും എസ്കേപ്പ് ആവാനുള്ളൊരു വഴിയാണ് നോക്കുന്നത്. ശരിക്കും നിങ്ങൾ വെറുതെ ഇരിക്കുക എന്നുള്ള പറഞ്ഞ പ്രോസസ്സ് അല്ല നിങ്ങൾ ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ അതിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് മാറാതെ വരുന്നതെന്ന് ഫേസ് ചെയ്യാൻ റെഡിയായി തന്നെ നിങ്ങൾ ഇരിക്കണം. അല്ലാതെ ഓക്കെ ഇത് കുറച്ച് നേരം ചെയ്യാം, അപ്പം എനിക്ക് അപ്പുറത്തോട്ട് എസ്കേപ്പ് ആവാൻ പറ്റും, ഇതങ്ങ് വാനിഷ് ആവും എന്നുള്ള ചിന്തയോട് കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓബ്വിയസ്ലി ആ ഒരു എസ്കേപ്പിലേക്ക് മാറിക്കഴിയും. നിങ്ങൾ അവിടെ നിന്ന് ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഫ്യൂച്ചറിലോട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. യു ആർ നോട്ട് ദെയർ. അത് മനസ്സിലാക്കുക. എനിവേ, ഇനിയും ആ ഒരു മെഡിറ്റേഷനെ പറ്റി തന്നെ പറയാം. നമുക്ക് മെഡിറ്റേഷൻ വളരെ സിമ്പിളാണ്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നതാണ് ഒരു സിമ്പിൾ പരിപാടി. എന്നാലത് വളരെ കോംപ്ലിക്കേറ്റഡുമാണ്. അതാണ് ഈ പാരഡോക്സ് എന്നൊക്കെ പറയുന്നത്, വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുക. അത് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാതെ ഇരിക്കുക. ഒരു കസേര ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇരിക്കണ്ടെന്ന് തോന്നിയോ, ഓക്കെ, എണീറ്റ് പൊക്കോളൂ. അതേസമയം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തോന്നും. ഇപ്പോൾ ചിന്തകൾ വരുന്നു, മറ്റേ കാര്യം ആലോചിക്കുന്നു, മറിച്ച കാര്യം ആലോചിക്കുന്നു. ഓക്കെ, ആലോചിച്ചോട്ടെ, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ മെഡിറ്റേഷൻ. ഒരു കാര്യം കൂടെ പറയാം. ഈ മെഡിറ്റേഷനെ പറ്റി ഞാൻ പൊതുവെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് പ്രസൻറ്റിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് മെഡിറ്റേഷൻ. അതിനിപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ ചെയ്യണമെന്നൊരു ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തിലാണോ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ ആ ഒരു കാംനെസ്, സ്വസ്ഥത, സമാധാനം ഉണ്ടാകുന്നത്, അതെന്തും മെഡിറ്റേഷനായിട്ട് കണക്കാക്കാം. നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങളെ പറ്റിയല്ല പറയുന്നത്. സമാധാനവും സ്വസ്ഥതയും ഇക്വിനമിറ്റിയും തരുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് മെഡിറ്റേഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. വെറുതെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു.